ഗുഡ് മോർണിംഗ്. ഡോക്ടർ സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ എന്നോടൊപ്പമുള്ള ഡോക്ടർ ഫിലിപ്പ് ജോൺ. അദ്ദേഹം എറണാകുളത്തെ PJ's ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്കിലെ സൈക്യാട്രിസ്റ്റ്, ചൈൽഡ് ഗൈഡൻസ് എക്സ്പേർട്ടൊക്കെയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവും ഡോക്ടർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ എന്താണെന്നുള്ള എല്ലാവർക്കും മനസ്സിലാവും. ചൈൽഡ് ഗൈഡൻസ് എല്ലാവരും ഒരുപക്ഷെ എല്ലാ മാതാപിതാക്കളുടെയും ഒരു വലിയ തലവേദനയാകാൻ സാധ്യതയുള്ളൊരു പ്രശ്നമാണ് കുട്ടികളുടെ പഠനം. കുട്ടികളുടെ പഠനം ശരിയായി വരുന്നില്ലെങ്കിൽ എല്ലാവർക്കും വലിയൊരു ടെൻഷൻ തന്നെയായിരിക്കും അത്. പല കാരണങ്ങൾ കൊണ്ട് കുട്ടികളുടെ പഠനം വഴിതെറ്റിപ്പോകാം. കുട്ടികളുടേതായ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഡോക്ടർ പറയാൻ ഉദ്ദേശിക്കുന്ന കാരണങ്ങൾ, അങ്ങനെ പല പ്രശ്നങ്ങൾ. ഏതായാലും അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം. ഇന്നത്തെ വിഷയം പഠന വൈകല്യങ്ങളാണ് നമ്മുടെ. അപ്പോൾ ഡോക്ടർ ഫിലിപ്പ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഒരു വളരെ, എനിക്ക് തോന്നുന്നു ഒരുപാട് മാതാപിതാക്കളുടെ ടെൻഷന് കാരണമായ ഒരു വിഷയമായിരിക്കാം ഈ കുട്ടികളുടെ പഠന വൈകല്യങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലുള്ള ഒരുപാട് കേസുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഡോക്ടർക്ക് അതിനെക്കുറിച്ച്, ആ ഒരു വിഷയത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. നമ്മൾ കുട്ടികളുടെ ഭാവി സൃഷ്ടിക്കുന്നത് പഠനത്തിൽ കൂടിയാണല്ലോ, വിദ്യാഭ്യാസത്തിൽ കൂടിയാണ്. ഇപ്പോൾ പരീക്ഷയ്ക്ക് എഴുതി റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. പല കുടുംബങ്ങളിലും ടെൻഷനും പല മനസ്സുകളിലും ടെൻഷനായിട്ടിരിക്കുന്നൊരു അവസ്ഥയാണ്. ഒരുപാട് കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയൊക്കെ നടക്കുന്ന സമയമാണിപ്പോൾ. പഠന വൈകല്യം എന്ന് പറയുന്നത്, പഠനത്തിൽ നമ്മൾ 3 R'ാണ് പഠനത്തെ നിർവചിക്കുന്നത്: റീഡിങ്, റൈറ്റിംഗ്, അരിത്മെറ്റിക്. ഇതിനകത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയാണ് നമ്മൾ പഠന വൈകല്യം എന്ന് നിർവചിക്കുന്നത്. നമ്മൾ പഠനവും, ഈ രീതിയിലുള്ള പഠനവും വിദ്യാഭ്യാസമായിട്ട് വലിയൊരു വ്യത്യാസമുണ്ടെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം. ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കുമുള്ള ഒരു വിശ്വാസം അതാണ്. ഒരുപാട് കുട്ടികൾ, ധാരാളം കുട്ടികൾ പഠനത്തിൽ, അതായത് വിദ്യാഭ്യാസത്തിനകത്തുള്ള ഒരു വശം മാത്രമാണ് പഠനം. റീഡിങ്ങും റൈറ്റിങ്ങും അരിത്മെറ്റിക് ഉൾപ്പെട്ടുള്ള 3 R's, റീഡിങ്, റൈറ്റിംഗ്, അരിത്മെറ്റിക് ഉൾപ്പെട്ടുള്ള പഠനത്തിൽ ഒരുപാട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആ കുട്ടികൾക്കൊക്കെ വിദ്യ അഭ്യസിക്കാനാണെങ്കിൽ, വിദ്യാഭ്യാസം അവർക്ക് ഫലവത്താവണമെങ്കിൽ, ഈ ഓരോ കുട്ടിയിലുള്ള കഴിവുകൾ, സ്കിൽസ്, ടാലൻസ്, അത് മനസ്സിലാക്കാനും, അത് മനസ്സിലായി അത് തിരഞ്ഞെടുത്ത് അതിലൂന്നിയിട്ടുള്ള ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ, ഒരു കരിയർ സെലക്ട് ചെയ്യാനും സാധിക്കുന്നതാണ് ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം. കുറേ കാലം മുമ്പ് മാർക്ക് ട്വെയിൻ, വലിയ എഴുത്തുകാരനും നമുക്ക് ഒരുപാട് ചിന്തോദ്ദീപങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള മാർക്ക് ട്വെയിൻ പറഞ്ഞു, ഐ നെവർ ലെറ്റ് മൈ സ്കൂളിംഗ് ഇൻ്റർഫിയർ വിത്ത് മൈ എഡ്യൂക്കേഷൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ, അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താ? സ്കൂളിംഗ് എന്ന് പറയുന്ന റീഡിങ്, റൈറ്റിംഗ്, അരിത്മെറ്റിക് എന്ന് ഉദ്ദേശിക്കുന്ന അങ്ങനെ ഉണ്ടാകുന്ന സ്കൂളിംഗ്, ആ ട്രെയിനിങ് അല്ല വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഒളിഞ്ഞു കിടക്കുന്ന നൈസർഗികമായിട്ടുള്ള ആ കഴിവ് കണ്ടെത്തി അതിനനുസൃതമായിട്ട് അതിനെ പരിപോഷിപ്പിച്ച് അതുകൊണ്ടുണ്ടാകുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് ജോലിയാണോ അത് സന്തോഷത്തോടുകൂടിയും അതിനകത്ത് ഫുൾഫിൽമെൻറ്റോടുകൂടിയും ചെയ്ത് അതിൽ നിന്ന് നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനാകുന്ന ഒരു തൊഴിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസം. അപ്പോൾ ഈ ഒരു വ്യത്യാസം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അതാണ് നമുക്ക് പ്രധാനമായിട്ടും പഠന വൈകല്യങ്ങളെ പറ്റി പറയുമ്പോൾ ഒരു മെസ്സേജായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. നമുക്ക് കുട്ടികളെ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പല കുട്ടികളും അതെ, പലരും പഠിക്കാൻ നല്ല ബ്രൈറ്റാണ്. ചില കുട്ടികൾ, അതിലൊരു നല്ല ശതമാനം കുട്ടികൾ ചെറുപ്പകാലത്ത് പ്രത്യേകിച്ചും നല്ലോണം എഫേർട്ട് എടുക്കും, നല്ലോണം കഠിനാധ്വാനം ചെയ്യും. പക്ഷേ റിസൾട്ട് വരുമ്പോൾ ഉണ്ടാവില്ല. ഇതൊരു ഗ്രൂപ്പ് കുട്ടികളാണ്, പഠനത്തിൽ പിന്നാക്കാൻ പോകുന്ന കുട്ടികൾ. ഞാനൊരു 20 വർഷം മുമ്പ് പഠനത്തെ പറ്റിയുള്ള, പഠന വൈകല്യത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ശ്രദ്ധ വയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മളൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. അന്ന് നമ്മൾ തുടക്കത്തിൽ ശ്രദ്ധിച്ചിരുന്നത് റീഡിങ്, റൈറ്റിംഗ്, അരിത്മെറ്റിക് എന്നുൾപ്പെട്ട ഈ പഠനത്തിന് മാത്രമായിട്ടാണ് അന്ന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതിനെപ്പറ്റി മാത്രമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓഫർ ചെയ്തിരുന്നത്. നമ്മൾ കാലം കഴിഞ്ഞോടെ നമുക്ക് മനസ്സിലായി, ഇതിൽ ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാനുള്ള കെൽപ്പില്ലാത്തവരുണ്ട്. തന്നെത്താൻ വായിക്കുമ്പോൾ മനസ്സിലാകാൻ സാധിക്കാത്ത കുട്ടികളുണ്ട്. അവർ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? വായന എന്ന ആ പ്രക്രിയ കൺട്രോൾ ചെയ്യുന്ന,
തലച്ചോറിനകത്തുള്ള കോശങ്ങൾ ഈ കുട്ടികൾക്ക് കുറവാണ്, ആ കോശങ്ങൾക്ക് മൂപ്പ് കുറവാണ്. അതുകൊണ്ട് ആ കുട്ടികൾക്ക് വായിക്കുന്നത് സ്വയം വായിക്കുന്നത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ല. അതേ കുട്ടികൾക്ക് നമ്മൾ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ ലിസണിങ് കോംപ്രിഹെൻഷൻ കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത് തലച്ചോറിലെ കോശങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ പരിമിതി കൊണ്ടുണ്ടാകുന്ന പഠന പ്രശ്നങ്ങളാണ്. അതിനെയാണ് പഠന വൈകല്യങ്ങളെന്ന് നമ്മൾ നിർവചിക്കുന്നത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ വളരെ ബ്രൈറ്റാണ്, അവർക്ക് പഠിച്ചെടുക്കാൻ കെൽപ്പുണ്ട്, കേട്ട് മനസ്സിലാക്കി പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്, ചോദ്യം ചോദിച്ചാൽ ഉത്തരം നന്നായിട്ട് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷേ പരീക്ഷയിൽ വരുമ്പോൾ മാർക്ക് ഉണ്ടാവണില്ല. പരീക്ഷാവസ്ഥയിൽ പരീക്ഷയിലെ കഴിയിൽ അവർ പിന്നാക്കം നിൽക്കണം. വേറൊരു ഗ്രൂപ്പ് കുട്ടികളുണ്ട്, നമ്മളിപ്പോൾ കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട്, വൈകാരികമായിട്ട് പെരുമാറ്റ വൈകല്യങ്ങളും വൈകാരികമായിട്ട് മോശം പ്രകൃതമുള്ളവരും അവർ പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പഠിക്കാൻ കഴിവുണ്ടായിരിക്കാം, കഴിവില്ലായിരിക്കാം, പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് അവർ പഠനത്തിൽ പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്നു. വേറൊരു ഗ്രൂപ്പ് ചെറിയ ഗ്രൂപ്പാണ്, ബുദ്ധിയുടെ വികാസത്തിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്, ബുദ്ധിയുടെ വികാസത്തിന് ബുദ്ധിമുട്ടുണ്ട്, ന്യൂറോളജിക്കലായിട്ടുള്ള ഞരമ്പ് സംബന്ധമായിട്ടുള്ള മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവരുണ്ട്, എപ്പിലെപ്സി ഉള്ള കുട്ടികളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുട്ടികൾ അവർക്ക് പഠനത്തിന് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. കാഴ്ചയിൽ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്, കേൾവി നന്നായിട്ടില്ലാത്ത കുട്ടികളുണ്ട്. ഇവർക്കൊക്കെ പഠനത്തിൽ പിന്നാക്കാവസ്ഥ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഒരു 3 ഗ്രൂപ്പാണ് ഞങ്ങൾ സാധാരണ പഠനത്തിലുള്ള പിന്നാക്കാവസ്ഥയെ പറ്റി പറയുമ്പോൾ ചിന്തിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു 3 ഗ്രൂപ്പാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പഠനത്തിലെ പിന്നാക്കാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ എന്താണ് എന്ന് തേടുകയും ആ കാരണങ്ങളെ ചികിത്സിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു പ്രിൻസിപ്പൽ ട്രെൻഡ്. ഡോക്ടർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഇപ്പോൾ ഡോക്ടർ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠനം എന്ന് പറയുന്നത് 3R ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലാണ് ഒതുങ്ങി നിൽക്കുന്നത്. അപ്പം ഡോക്ടർ പറഞ്ഞു അത് ശരിയായ പഠനവും വിദ്യാഭ്യാസവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് കേസസ് ഇതുപോലെ കാണുന്ന ആളെന്ന നിലയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഇന്നത്തെ നമ്മുടെ സ്കൂളുകളിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ഡോക്ടർ ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തിലാണോ ശ്രദ്ധിക്കുന്നത്, അതോ ആദ്യം പറഞ്ഞ 3Rകളിൽ ഒതുങ്ങുന്ന പഠനത്തിലാണോ ശ്രദ്ധിക്കുന്നത്? രണ്ടുമുണ്ട്. ഞാനൊക്കെ സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയിരുന്ന കാലത്ത് ഈ 3Rsൽ മാത്രം ഊന്നിയിട്ടുള്ളൊരു വിദ്യാഭ്യാസമായിരുന്നു. ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിക്ക് പോലും ഒരു സമയം തരാത്ത, കാരണം അന്ന് മാർക്ക് വാങ്ങിക്കുക എന്നുള്ള ഒഴിച്ചിട്ട് മറ്റൊന്നിലും ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു സമൂഹത്തിന്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 8ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നിൻ്റെ റാങ്ക് എന്നുള്ള അടുത്ത ചോദ്യം. അല്ലാതെ അവന് മറ്റുള്ള കഴിവുകളുണ്ടോ, പാഠ്യേതര വിഷയങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നും ചിന്തിക്കുന്നൊരു അവസ്ഥയില്ലായിരുന്നു. ഇന്ന് അതെല്ലാം മാറിയിട്ടുണ്ട്. ഒരുപാട് വ്യത്യാസങ്ങൾ എഡ്യൂക്കേഷൻ പോളിസീസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു തീർച്ചയായിട്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ചാണ് സമൂഹത്തിൽ. പക്ഷെ നമുക്ക് ചിന്തിക്കേണ്ട അവസ്ഥ എന്താ വെച്ചാൽ പഠന വൈകല്യം ഉണ്ടാക്കുന്നത് എന്താണ് എന്ന് ചിന്തിക്കുകയും അതിന് നമുക്ക് എന്തൊക്കെയാണ് ഈ പഠന വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ. നമ്മൾ പഠന വൈകല്യങ്ങളെ പറ്റി തന്നെ പറയുകയാണെങ്കിൽ പഠനത്തെ പിന്നാക്കാവസ്ഥ, അത് ഞാൻ അതിലേക്കൊന്ന് തിരിച്ചു പോവുക. അതെ, എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് പഠനത്തിൽ ബുദ്ധിമുട്ടുണ്ടാവണേ? ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സാണ് ഏറ്റവും പ്രധാനമായിട്ടും പഠനത്തിൽ പിന്നാക്കാവസ്ഥ ഉണ്ടാക്കുന്നത്. ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിൽ ഡെവലപ്മെൻറ്റ് വികാസം വരുന്ന ചില അവസ്ഥകളുണ്ട്, ചില സമയങ്ങളുണ്ട്. ആ സമയത്ത് മസ്തിഷ്കത്തിൽ റീഡിങ്ങും റൈറ്റിങ്ങും അരിത്മെറ്റിക്കും നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ ഭാഷയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ആ കോശങ്ങൾക്ക് മൂപ്പ് വരുന്നില്ല. ആ കോശങ്ങൾക്ക് മൂപ്പെത്താത്തതുകൊണ്ട് ആ കോശങ്ങൾ നിർവഹിക്കേണ്ട കാര്യങ്ങൾ അവയ്ക്ക് നിർവഹിക്കാൻ പറ്റാതെ വരുന്നു. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സാണ്. എന്തുകൊണ്ടാണ് ബുദ്ധിക്ക് ചില കുട്ടികൾക്ക് പിന്നാക്കം വരുന്നത്? ബുദ്ധി കൺട്രോൾ ചെയ്യുന്ന ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി. പണ്ട് നമ്മൾ മെൻ്റൽ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞിരുന്ന, ബുദ്ധിമാന്ദ്യം എന്ന് പറഞ്ഞിരുന്ന, ഇന്ന് നമ്മൾ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് വളരെ ക്ലിയറായിട്ട് തീർത്ത് പറയുന്നുണ്ട്. ഇൻ്റലിജൻസ് കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗത്ത്, മുഖ്യമായിട്ടുള്ളൊരു ഭാഗത്ത്, ഫ്രോണ്ടൽ ഏരിയയിൽ, ബ്രെയിനിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഏരിയയിൽ ഇൻ്റലിജൻസ് കൺട്രോൾ ചെയ്യുന്ന ഏരിയ ഉണ്ട്. ആ ബുദ്ധി കൺട്രോൾ ചെയ്യുന്ന ഏരിയയിലെ കോശങ്ങൾക്ക് വികാസം ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടിക്ക് ബുദ്ധി ആവശ്യത്തിന് ഉണ്ടാകുന്നില്ല. അപ്പോൾ ബുദ്ധിമാന്ദ്യം ഉണ്ടാകുമ്പോൾ, ബുദ്ധിക്ക് കുറവുണ്ടാകുമ്പോൾ ആ കുട്ടി സ്ലോ ലേണർ ആവണു. അപ്പോൾ നാച്ചുറലായിട്ടും ആ കുട്ടിക്ക് പഠനത്തിൽ പിന്നാക്കാവസ്ഥ ഉണ്ടാവണു. അതൊരു ന്യൂറോ ഡെവലപ്മെൻറ്റിൻ്റെ ഡിസോർഡറാണ്. മറ്റൊരു പ്രധാനമായിട്ടുള്ള സംഗതി, ഞങ്ങളിപ്പോൾ ഒരുപാട് ഊന്നൽ കൊടുക്കുന്ന ഒരു സംഗതി ലാംഗ്വേജിൻ്റെ, ഭാഷയുടെ ഡെവലപ്മെൻറ്റിലാണ്. ഭാഷ എന്ന് പറയുന്നത് വളരെ അത്യുന്നതമായിട്ടുള്ള ഒരു ലെവലാണ്. ഹ്യൂമൻ ബീയിങ്സിന് മാത്രമുള്ള ഒരു അത്യുന്നതമായിട്ടുള്ളൊരു ലെവലാണ്. ഇവല്യൂഷനിൽ ഒരുപാട് മുന്നോട്ട് പോയതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു സംഗതിയാണ് ഭാഷ. ഭാഷ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഞാനിപ്പോൾ ഗണേശനോട് സംസാരിക്കുന്ന സമയത്ത് ഗണേശനോട് പറയാനുള്ള കാര്യങ്ങൾ എൻ്റെ ബ്രെയിനിൻ്റെ വലതുവശത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഐഡിയേഷൻ തിങ്കിങ് അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ
അതിനുള്ള വാക്കുകളും വാചകങ്ങളും ഒക്കെ കിടക്കുന്നത് എൻ്റെ ബ്രെയിനിൻ്റെ ഇടതുവശത്താണ്. ആശയം വരുമ്പോൾ ആ ആശയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആശയങ്ങൾ നിർവചിച്ചുകൊണ്ടിരിക്കുന്ന ബ്രെയിനിൻ്റെ വലതുവശത്തെ ഐഡിയേഷൻ തിങ്കിങ് നടക്കുന്ന കോശങ്ങൾ അപ്പം തന്നെ ഇലക്ട്രിക്കൽ സിഗ്നൽ അയച്ച് ബ്രെയിനിൻ്റെ ഇടതുവശത്ത് എൻ്റെ ലെഫ്റ്റ് ബ്രെയിനിൽ ഇൻഫീരിയർ ഫ്രോണ്ടൽ ജൈറസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അവിടെ കിടക്കുന്ന വാക്കുകളെ ഞാൻ മലയാളത്തിലാണ് പറയാൻ പോകുന്നത്. മലയാളം ഡിക്ഷണറി പോയിട്ട് ആ വാക്കുകൾ ഇങ്ങനെ പൊക്കിയെടുത്തുകൊണ്ടിരിക്കുക. ആ പൊക്കിയെടുക്കുന്ന വാക്കുകളെ കൂട്ടി യോജിപ്പിച്ച് അതിനെ ഗ്രാമർ കൊടുത്ത് അതിനെ വാചകങ്ങളാക്കി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അടുക്കും ചിട്ടയായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കുന്ന ആ ഒരു ഫങ്ഷനാണ് ലാംഗ്വേജ്. ഒരുപാട് കുട്ടികൾക്ക് ഈ ലാംഗ്വേജിന് ഡിസോർഡർ ഉണ്ട്. നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാറില്ല. ഒരുപാട് കുട്ടികൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ, ടീച്ചർ പറഞ്ഞു വിട്ട കാര്യങ്ങൾ, അമ്മ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ തലേ കിടപ്പുണ്ട്. പ്രാക്ടിക്കലി ചെയ്ത കാര്യങ്ങൾ നല്ല ക്ലിയറായിട്ട് തലേ കിടപ്പുണ്ട്. മറന്നിട്ടില്ല, അവർക്ക് മറവിയില്ല. പക്ഷേ ചോദിച്ചു വരുമ്പോൾ അറിയാവുന്ന ഉത്തരങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാനോ പറഞ്ഞ ഉത്തരം തന്നെ എഴുതി അവതരിപ്പിക്കാനോ സാധിക്കുന്നില്ല. അതുകൊണ്ട് ലാംഗ്വേജിന് ഈ കുട്ടികൾക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. നമുക്ക് മനസ്സിലാവും, അമ്മയ്ക്ക് മനസ്സിലാവും ഈ കുട്ടിക്ക് ഇവന് ഉത്തരം അറിയാം. പക്ഷേ ക്ലാസ്സിൽ ടീച്ചർ ചോദിച്ചപ്പോൾ പേപ്പറിലേക്ക് എഴുതാനായിട്ട് കുട്ടിക്ക് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? ബ്രെയിനിൻ്റെ വലതുവശത്തുള്ള ആശയങ്ങൾ, ഉത്തരങ്ങൾ, അതിന് തത്തുല്യമായിട്ടുള്ള വാക്കുകൾ ബ്രെയിനിൻ്റെ ഇടതുവശത്ത് കിടക്കുന്നത് എടുത്ത് പുറത്തേക്ക് അവതരിപ്പിക്കാനായിട്ട് ഈ കുട്ടിയുടെ ബ്രെയിനിനെ കൊണ്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ആ കുട്ടിയുടെ ഈ പ്രക്രിയ നിർവഹിക്കുന്ന രാസപ്രവർത്തനങ്ങൾക്ക് മൂപ്പെത്തിയിട്ടില്ല. അതുകൊണ്ട് അതിന് പുറത്തേക്ക് സാധിക്കുന്നില്ല. ആ കുട്ടി മണ്ടനായതുകൊണ്ടോ ബുദ്ധിഹീനനായതുകൊണ്ടോ അല്ലല്ലോ. അതാണ് രണ്ടാമത്തെ ഒരു ഇഷ്യൂ. മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് പ്രധാനമായിട്ടുള്ള സംഗതിയാണ് റീഡിങ്ങും റൈറ്റിങ്ങും അരിത്മെറ്റിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ 3 Rsൻ്റെ ഈ 3 Rs കൺട്രോൾ ചെയ്യുന്നത് ഞാൻ മുൻപേ പറഞ്ഞ ലാംഗ്വേജ് ഏരിയയിൽ ഏതാണ്ട് മുന്നറ്റത്ത് കിടക്കുന്ന ബ്രെയിനിനകത്തുള്ള ഒരു ഏരിയയാണ്. തന്നെത്താൻ വായിക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള എബിലിറ്റി, അതാണ് റീഡിങ് കോംപ്രിഹെൻഷൻ. നമ്മുടെ വായനയുടെ ഉദ്ദേശം എന്താ? 3ാം ക്ലാസ് 4ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ വായനയ്ക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, വായിക്കുന്നത് മനസ്സിലാക്കിയെടുക്കുക, കോംപ്രിഹെൻഡ് ചെയ്യുക. ഈ ഒരുപാട് കുട്ടികൾക്ക് അവർ വായിക്കാൻ ചിലപ്പോൾ കൈരളി ചാനൽ എന്ന് ചിലപ്പോൾ വായിക്കാം. പക്ഷേ വായിക്കുന്നതിന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ടുള്ള കോംപ്രിഹെൻഷനുള്ള കഴിവ് ഒരുപാട് കുട്ടികൾക്ക് ഇല്ലാതാവണം. വായന എന്ന പ്രക്രിയ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിൻ്റെ ഇടതുവശത്തെ ആ കുട്ടികളുടെ കോശങ്ങൾക്ക് മൂപ്പ് കുറവായതുകൊണ്ട് വായിക്കുന്നത് മനസ്സിലാക്കിയെടുക്കാനും മനസ്സിലായതിന് അർത്ഥം കൊടുക്കാനും, അർത്ഥം മനസ്സിലായത് തന്നെത്താൻ അവനവൻ ഗ്രഹിച്ച് അവനവൻ്റെ ഭാഷ ഉപയോഗിച്ചിട്ട് പേപ്പറിലേക്ക് എഴുതി അവതരിപ്പിക്കാനും ഈ കുട്ടികൾക്ക് സാധിക്കുന്നില്ല. വായന എന്ന് പറഞ്ഞാൽ പേപ്പറിൽ കിടക്കുന്നത് തലയിലേക്ക് കയറുന്നതാണ്. തലയിൽ കിടക്കുന്നത് പേപ്പറിലേക്ക് അവതരിപ്പിക്കുന്ന തിരിച്ചു വരവാണ് എഴുത്ത്. അപ്പോൾ വായനയും എഴുത്തും ഈ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റാത്തത് മടി കൊണ്ടോ അധിക പ്രസംഗം കൊണ്ടോ അവന് ബുദ്ധിഹീനത ഉള്ളതുകൊണ്ടോ അല്ല. വായിക്കുന്നത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് അറിയാവുന്നത് പോലും മനസ്സിലാക്കുന്നത് പോലും എഴുതി അവതരിപ്പിക്കാനും ആ കുട്ടികൾക്ക് സാധിക്കുന്നില്ല. ഇതും ബ്രെയിനിൽ തലച്ചോറിനകത്ത് ഇത് കൺട്രോൾ ചെയ്യുന്ന കോശങ്ങളുടെ രാസവസ്തുക്കളുടെ അളവിന് മൂപ്പ് കുറവായതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കുട്ടിയുടെ അധിക പ്രസംഗം അല്ലാതെ. അരിത്മെറ്റിക് ഇതുപോലെ തന്നെയാണ്. ഒരുപാട് കുട്ടികൾ പഠിക്കാൻ വളരെ കേമരായിട്ടുള്ള കുട്ടികളുണ്ട്. കണക്ക് ചെയ്തു വരുമ്പോൾ പ്രശ്നമാണ്. എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാം കുട്ടികൾക്ക്, ബുദ്ധിയുണ്ട്. പക്ഷേ ചെയ്തു വരുമ്പോൾ തെറ്റിച്ച് കളയും. ചിലപ്പോൾ എടുത്ത് കഴിയുമ്പോൾ തെറ്റിച്ച് കളയും. 120 × 8 എന്നിട്ട് 128 എഴുതി വയ്ക്കും. അപ്പോൾ അങ്ങനെ ഈ പ്രക്രിയകൾ, കണക്കിൻ്റെ പ്രക്രിയകൾ ചെയ്യുന്നത് ഇടതുവശത്താണ്. റീഡിങ്ങും റൈറ്റിങ്ങും അരിത്മെറ്റിക്കും ചെയ്യുന്നത് ഇടതുവശത്താണ്. ആ കോശങ്ങൾക്ക് മൂപ്പ് കുറവുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഈ പഠന വൈകല്യവും ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം പല കുട്ടികൾ ഇതുപോലുള്ള കുട്ടികളെ വിഡ്ഢികളെന്ന് വിളിക്കുകയും അതേ പ്രശ്നങ്ങളെന്ന് വിളിക്കുകയും തല്ലുകയും കൊട്ടുകയും മാർക്ക് വാങ്ങിക്കാത്തതിന് അടി വാങ്ങിക്കുകയും അവർക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് ഇപ്പോൾ കാണാവുന്നതാണ്. കാരണം ഇന്നത്തെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സൊസൈറ്റിയാണ്. മാർക്കില്ലെങ്കിൽ, പഠനമില്ലെങ്കിൽ, വിദ്യാഭ്യാസം ഇല്ല എന്ന് കരുതുന്ന ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് മാർക്ക് വാങ്ങിക്കൊണ്ട് വന്നില്ലെങ്കിൽ ആ കുട്ടികൾക്ക് മിക്കവാറും ഇതുപോലുള്ള ഒരു അവസ്ഥ ഉണ്ടാകുക. ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ റീഡിങ് തന്നിതം വായിക്കുമ്പോൾ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ റീഡിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ കുഞ്ഞു കുട്ടികളെ കണ്ടാൽ അറിയാം, ചേട്ടൻ്റെ ഇരുന്ന് വായിക്കുന്നത് കാണുമ്പോൾ അനിയനും പോയിരുന്ന് വായിക്കണമെന്ന് തോന്നും. കഥപുസ്തകങ്ങൾ നമ്മൾ തുടങ്ങുന്നത് വിഷ്വൽസ് കൺട്രോൾ ചെയ്യുന്നത്, പടങ്ങളായിട്ടുള്ള കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനിൻ്റെ വലതുവശമാണ്. ബ്രെയിനിൻ്റെ വലതുവശം പിക്ചേഴ്സ്, ബുക്സിലുണ്ടാകുന്ന പിക്ചേഴ്സ്, കഥകളുടെ പിക്ചേഴ്സ്, ആ പിക്ചേഴ്സ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. വാക്കുകളിലേക്ക് വരുമ്പോൾ നമ്മൾ CAT കാറ്റ് പഠിക്കുന്നതിന് കാറ്റിൻ്റെ പടത്തിൻ്റെ മുകളിലാണ് CAT. അപ്പോൾ പടമായിട്ട് തന്നെ നമ്മൾ പലപ്പോഴും പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് C for A for T for T എന്ന് വരുന്നത്. അപ്പോൾ വായന എന്ന പ്രക്രിയ കൺട്രോൾ ചെയ്യുന്ന കോശങ്ങൾക്ക് ഇതുപോലെ ബുക്ക് കണ്ടും ബുക്കിലെ പടങ്ങൾ കണ്ടും പടങ്ങളുടെ കൂടെയുള്ള വാക്കുകൾ കണ്ടും ഈ സ്റ്റിമുലേഷൻ തുടങ്ങുമ്പോൾ ഈ ബ്രെയിൻ സെൽ ഉണരുകയായി.
ആ ഉണരുന്ന ബ്രെയിൻ സെൽസ് പഠനം നിർവഹിക്കുമ്പോൾ വായിക്കുകയും വായിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യും, അത് എഴുതാൻ പഠിക്കുകയും ചെയ്യുക. ഈ ഒരുപാട് കുട്ടികൾക്ക് ഇത് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ, ഇതിനുള്ള കഴിവില്ലാത്ത കുട്ടികൾ, അവരുടെ ബ്രെയിനിൻ്റെ കോശങ്ങൾ മൂപ്പില്ലാത്ത കുട്ടികൾ, ആ കുട്ടികൾ എന്താ ചെയ്യുക? അവർക്കിത് വേണ്ടെന്ന് വയ്ക്കും. അമ്മയോട് പറയും എനിക്ക് ഈ പടം കണ്ടിട്ട് എനിക്ക് കഥ പറഞ്ഞു താമാന്ന് പറയും. അല്ലാതെ ഇത് തനത്താൻ വായിച്ചെടുക്കാനായിട്ടും വായിച്ചത് രണ്ടാമത് വായിക്കാനായിട്ടും ക്ലാസ്സിൽ പഠിപ്പിച്ച് വീട്ടിൽ നിന്നിട്ട് വായിക്കാൻ ഉത്സാഹം കാണിക്കില്ല. അപ്പോൾ പലപ്പോഴും ഈ അമ്മമാർ വന്ന് പറയും ഇവൻ വായിക്കുകയില്ല, പുസ്തകം വായിക്കില്ല. വളരെ വളരെ പ്രധാനമായിട്ട് സംഗതിയാണ്. ഈ ഞാനെപ്പോഴും പറയാറുള്ളതാണ്, സം ഓഫ് ദി ചിൽഡ്രൻ ദേ ആർ ദ സ്മാർട്ടസ്റ്റ് കിഡ്സ് ഇൻ ദ ഹോൾ സ്കൂൾ ഇഫ് ഇൻസ്ട്രക്ഷൻ വാസ് എൻറ്റയർലി ഓറൽ. നമ്മൾ പഠനം നിർവഹിക്കുന്ന മുഴുവനും ഓറലായിട്ടാണ്, വാക്കുകളിൽ കൂടെ മാത്രമേ ഉള്ളൂ, എഴുതാൻ വായിക്കുകയും വേണ്ട എന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ നല്ല മിടുക്കന്മാരാണ്. അപ്പോൾ ഇത്രയും മിടുക്കന്മാരായ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം പഠന വൈകല്യം ഉണ്ടായിരിക്കുക ഈ കുട്ടിക്ക്, അവൻ്റെ അധിക പ്രസംഗം ആയിരിക്കില്ല. അപ്പോൾ അതൊരു വശമാണ്. രണ്ടാമത്തേത്, തന്നെത്താൻ വായിക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിലും വായിച്ചു കൊടുക്കുമ്പോൾ അപ്പം മനസ്സിലാവും. ഓക്കെ. റീഡിങ് കോംപ്രിഹെൻഷൻ ഇല്ല, തന്നെത്താൻ വായിക്കുമ്പോൾ തലേ കയറുന്നില്ല. വായിച്ച് കേൾപ്പിച്ച് കൊടുത്താൽ അതേ പാരഗ്രാഫ് അമ്മ എടുത്ത് വായിച്ച് കേൾപ്പിച്ച് കൊടുക്കുമ്പോൾ അപ്പം മനസ്സിലാവും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് അറിയണം ഇവൻ്റെ പ്രശ്നം മണ്ടനായതുകൊണ്ടല്ല, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ല, കേൾക്കുമ്പോൾ അപ്പം തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഒരുപക്ഷെ അമ്മയേക്കാൾ നന്നായിട്ട് ഫാസ്റ്റായിട്ട് കുട്ടിക്ക് മനസ്സിലാവുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവണം ഇത് അവന് ബുദ്ധിമുട്ടുണ്ട്, തന്നെത്താൻ വായിക്കുമ്പോൾ തലേ കയറാൻ ബുദ്ധിമുട്ടുണ്ട്, കേൾക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം വായന എന്ന പ്രക്രിയ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിൻ്റെ ഇടതുവശത്തുള്ള കോശങ്ങൾക്ക് മൂപ്പില്ലാത്തതുകൊണ്ടുണ്ടാകുന്ന പഠന വൈകല്യമാണ്. അത് ഇതിനെ സീരിയസ് ആയിട്ടുള്ള ഒരു അസസ്മെൻറ്റ് ഉണ്ടാവേണ്ടതാണ്. ഇതുപോലെ തന്നെയാണ് എഴുതുമ്പോഴുള്ള പ്രശ്നം. ഈ കുട്ടികൾക്ക് പേന പിടിച്ചെഴുതാനായിട്ട് ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാവും. പേന പിടിക്കുമ്പോൾ, പെൻസിൽ പിടിക്കുമ്പോൾ അറ്റത്ത് പിടിച്ച് കുത്തിപ്പിടിച്ചിട്ട് ഒരുപാട് പ്രഷർ ഉപയോഗിച്ചിട്ടായിരിക്കും പലപ്പോഴും എഴുതുക. അതുകൊണ്ട് ക്ലാസ്സിൽ നോട്ട്സ് തീരില്ല, ടീച്ചേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്യും, ക്ലാസ്സിൽ എഴുതണില്ല, ക്ലാസ്സിൽ നോട്ട്സ് തീരണില്ല, മറ്റു കുട്ടികൾ നോക്കി എഴുതുന്ന പലപ്പോഴും അവന് എഴുതാൻ പറ്റാത്തതുണ്ടാവും, പടം വരയ്ക്കുന്ന പോലെ എഴുതി വയ്ക്കുന്നത്, ഉത്തരം എഴുതി വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമുക്ക് തന്നെ അത്ഭുതം തോന്നും, ഈ കുട്ടികൾ ചോദിച്ചാൽ എത്ര ക്ലിയർ ആയിട്ട് ഉത്തരം പറയും, എഴുതി വരുമ്പോൾ അതിനകത്തൊന്നും ഉണ്ടാവില്ല. അത് വളരെ കഷ്ടമുള്ള സംഗതിയാണ്. അപ്പോൾ ഞാനെപ്പോഴും പറയാറുള്ളൊരു സംഗതിയാണ്, നമ്മൾ ഈ അന്തരമാണ് കുട്ടിക്കുള്ള ബുദ്ധിയുടെ, കുട്ടിക്കുള്ള മനസ്സിലാക്കാനുള്ള കഴിവിൻ്റെ, കുട്ടിക്ക് നമ്മൾ പറഞ്ഞ് നമ്മളോട് പറയുമ്പോൾ ഉള്ള അറിവിൻ്റെ എത്രയോ കുറവാണ് പേപ്പറിൽ വരുന്നത്. അപ്പോൾ ഈ അന്തരം, ഡിസ്ക്രിപ്പൻസി, അവൻ്റെ തലയിൽ കിടക്കുന്നതും പേപ്പറിലേക്ക് അവതരിപ്പിക്കുന്നതുമായിട്ടുള്ള ആ മെറ്റീരിയലിൻ്റെ അന്തരമാണ് നമ്മളെ ഇതിനെ അലേർട്ട് ചെയ്യേണ്ടത്. ഇങ്ങനൊരു പ്രശ്നം ഈ കുട്ടിക്ക് ഉണ്ടാവാം, അതുകൊണ്ടാണ് ഇവൻ പറഞ്ഞാൽ അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ട്, എഴുതുമ്പോൾ വരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സ്കൂൾ കഴിഞ്ഞിട്ട് പരീക്ഷ കഴിഞ്ഞിട്ട് വന്നിട്ട് പറയും തൊണ്ട വലിയ കുഴപ്പമില്ലായിരുന്നു, നമ്മൾ നന്നായിട്ട് എഴുതിയെന്ന് പറയും. പേപ്പർ വരുമ്പോൾ അവൻ അറിയാവുന്ന ഉത്തരം പോലും പേപ്പറിലില്ല. അതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. ഡോക്ടർ, ഇപ്പോൾ ഈ ബ്രെയിനിലെ ഡെവലപ്മെൻറ്റിൻ്റെ കുറവാണ് ഇതിനൊക്കെ കാരണം എന്നുള്ളത് ഏകദേശം ഇപ്പം ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. ഇത് എന്തുകൊണ്ട് ഈ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു? അവരുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ, അത് ഗർഭാവസ്ഥയിലുള്ള കുഴപ്പങ്ങളുണ്ടാണോ? ഇത് ജനിതകമായിട്ടുള്ളതാണ്, ജീൻസാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഓരോ ഫംഗ്ഷനും കൺട്രോൾ ചെയ്യാനായിട്ട് ജീൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ ജീൻസ് ഉണ്ട്. ആ ജീൻസിന് ഡെവലപ്മെൻറ്റ് നന്നായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് 1 വയസ്സാകുമ്പോൾ 1.5 വയസ്സാകുമ്പോൾ 2 വയസ്സാകുമ്പോൾ ലാംഗ്വേജ് ഭാഷ വരേണ്ടപ്പോൾ അതെല്ലാം അതാത് സമയത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. ആ ജീൻസിൻ്റെ ഡെവലപ്മെൻറ്റിലുള്ളൊരു ജനിതകമായിട്ടുള്ളൊരു ഡിഫക്റ്റാണ് ഇതിനെല്ലാം മൂലകാരണം. നമുക്ക് 2 ബ്രെയിനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് 2 ബ്രെയിനുണ്ട്, വലത് ബ്രെയിനുണ്ട്, ഇടത് ബ്രെയിനുണ്ട്. ഈ സ്കോളാസ്റ്റിക് സ്കിൽസ്, സ്കൂളിൽ നമ്മൾ ഉപയോഗിക്കേണ്ട സ്കിൽസ് എല്ലാം ഉണ്ടാവേണ്ടത് ബ്രെയിനിൻ്റെ ഇടതുവശത്തു നിന്നാണ്. ശ്രദ്ധ, ഏകാഗ്രത, അടങ്ങിയിരുന്ന് പഠിക്കൽ, ഇത് നടക്കേണ്ടത് ലെഫ്റ്റ് ബ്രെയിനിൽ നിന്നാണ്. ലെഫ്റ്റ് ബ്രെയിനിൽ ഇതിനായിട്ട് ഇഷ്ടംപോലെ കോശങ്ങളുണ്ട്. ആ കോശങ്ങളുടെ പണി എന്താ? ഒതുക്കിയിരുത്തി, അവനെ അടക്കിയിരുത്തി, അവനെ പഠനത്തിലുള്ള ശ്രദ്ധ കൊടുത്ത് ഇരുന്ന് പഠിപ്പിക്കില്ല. പക്ഷേ ഈ കുട്ടികൾക്ക് എന്താ പ്രശ്നം? ശ്രദ്ധാവൈകല്യമുള്ള കുട്ടികളുണ്ട്, ജന്മനാ ഈ ശ്രദ്ധയ്ക്ക് ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. അവർക്ക് എന്താ പറ്റണേ? അടുത്തൊരു ഒച്ച കേട്ടാൽ ശ്രദ്ധ അങ്ങോട്ട് പോകും, അടുക്കള പാത്രമാണെങ്കിൽ ശ്രദ്ധ അവിടെ പോകും, ഗേറ്റ് തുറക്കുന്ന കേട്ടാൽ അതാരം വന്നേ നോക്കാൻ പോകും. അടങ്ങിയിരുന്ന് പഠനപ്രക്രിയ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ കുട്ടികൾക്ക് പറ്റുന്നില്ല. അതാണ് ശ്രദ്ധാവൈകല്യം. അവർക്ക് അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ ഇടതുവശത്ത് നടക്കുന്ന റീഡിങ്, റൈറ്റിംഗ്, അരിത്മെറ്റിക് നടക്കാത്തതുകൊണ്ട് ഇടതുവശത്തെ ഒരു ഫംഗ്ഷനാണത്, അവിടെ ആ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്, പഠനവൈകല്യം ഉണ്ടാവുന്നുണ്ട്. ലാംഗ്വേജ് മുമ്പേ പറഞ്ഞല്ലോ, ഭാഷ വരേണ്ടത് ബ്രെയിനിൻ്റെ വലതുവശത്ത് കിടക്കുന്ന ഉത്തരങ്ങൾക്ക് തത്തുല്യമായിട്ടുള്ള വാക്കുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഇടതുവശത്തു നിന്നാണ്. ഇടതുവശത്ത് നിന്ന് ആ വാക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിക്ഷണറിയിൽ ആവശ്യത്തിന് വാക്കുകളില്ല, അല്ലെ വാക്കുകൾ എടുത്തു കൊടുക്കാനായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് എടുത്തു കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ കുട്ടികൾ പറഞ്ഞു വരുമ്പോൾ മുക്കി അരിച്ചരിച്ച് പറയല്ലാതെ അവിടുന്ന് എഴുത്തും പെറുക്കിയും പറയല്ലാതെ ഒരു ഫ്ലോ ഉണ്ടാക്കി നറേറ്റ് ചെയ്യാൻ കുട്ടികൾക്ക് പറ്റുന്നില്ല. അപ്പോൾ ഭാഷ കൺട്രോൾ ചെയ്യുന്നതും ബ്രെയിനിൻ്റെ ഇടതുവശത്തു നിന്നാണ്. അവിടെയും നമുക്ക്
ഭാഷ കൺട്രോൾ ചെയ്യുന്ന കോശങ്ങൾക്ക് മൂപ്പ് കുറവായിട്ടുള്ള ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇതെല്ലാം ബ്രെയിനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള കോശങ്ങളുടെ മൂപ്പ് കുറവുണ്ടാണ്. അതുപോലെ തന്നെ ഇമോഷണൽ കൺട്രോൾ ഇവിടുന്ന് തന്നെ വരുന്നത്. മൈൻഡ് എന്ന് പറയുന്നത് ബ്രെയിനിനകത്താണല്ലോ, മനസ്സ് ബ്രെയിനിലാണ്. ബ്രെയിനിലിപ്പോൾ ടെൻഷൻ, സങ്കടം, ദേഷ്യം ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനിനകത്തുള്ള കോശങ്ങൾ തന്നെയാണ്, ബ്രെയിനിനകത്തുള്ള രാസവസ്തുക്കളാണ്. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് തിരിച്ച് പറയുക, തർക്കത്തരം പറയുക, നിഷേധം കാണിക്കുക, ചെയ്യാൻ പറയുന്ന കാര്യം ചെയ്യാതിരിക്കുക, ഇരുന്ന് പഠിക്കാൻ പറയുമ്പോൾ തിരിച്ച് പറയുക, ഇതെല്ലാം ഇതുപോലുള്ള ടൈപ്പ് ഓഫ് ബിഹേവിയർ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുട്ടികൾക്ക് അടങ്ങിയിരുന്ന് പഠന പ്രക്രിയ നിർവഹിക്കാനായിട്ടുള്ള ഡിസിപ്ലിൻ നമുക്കുണ്ടാക്കണം. അത് പണിഷ്മെൻ്റ് ഇല്ലാതൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കണം. അത് പേരൻറ്റിങ് വഴി, ശിക്ഷയില്ലാതെ ചെയ്യാനായിട്ടുള്ളൊരു പേരൻറ്റിങ്, അതൊരു വേറെ ചർച്ചയ്ക്ക് ഉള്ളൊരു സ്കോപ്പ് ഉള്ളതാണ്, സബ്ജക്റ്റാണ്. അപ്പോൾ അങ്ങനെ ശിക്ഷണം ഉണ്ടാക്കുക, എന്നിട്ട് കുത്തിയിരുന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ കൊണ്ട് എഴുതിച്ച്, ഈ കുട്ടികൾ എഴുതി പഠിക്കില്ല, അപ്പോൾ എഴുതി പഠിപ്പിച്ച് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാതെ ഏതായാലും പറ്റില്ല, സ്കൂളിലേക്ക് തീരുമില്ല. അപ്പോൾ അതിനൊരു ട്രെയിനിങ് നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ അതുകൊണ്ട് ജനിതകമായിട്ടുള്ളൊരു സംഗതിക്ക് നമ്മൾ അവസാനം എൻവയോൺമെൻറ്റലായിട്ടുള്ള ഇൻപുട്ട് കൊണ്ടാണ് പ്രധാനമായിട്ട് ഇത് ചെയ്യേണ്ടത്. പിന്നെ മരുന്നുകളുണ്ട്. ഇതിന് മരുന്നെന്ന് പറയുന്നത് രോഗാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ചികിത്സിക്കുന്ന പോലെയുള്ളൊരു മരുന്നല്ല. ഫെസിലിറ്റേറ്റേഴ്സ് ആയിട്ടുള്ള മരുന്നുകൾ ഇന്ന് അനവധി ഇന്ന് അവൈലബിൾ ആണ്. ഇത് വളരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. ഓൺലി തിങ് ഈസ് അത് നമ്മൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് കുട്ടികളിൽ നമ്മൾ മരുന്ന് ഉപയോഗിക്കുമ്പോൾ. അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ നല്ല റിസൾട്ട്സാണ്, വളരെ നല്ല റിസൾട്ട്സാണ് ഇതുപോലുള്ള കുട്ടികൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് മരുന്ന് കൊണ്ട് നല്ല വ്യത്യാസം ഉണ്ടാവും, വളരെ വ്യത്യാസം ഉണ്ടാവും. മരുന്ന് മാത്രം മതിയോ അത് വേറെ എന്തെങ്കിലും? ഒരിക്കലും പോരാ. എൻ്റെ ഒരു 5 ഫിംഗർ അപ്രോച്ച് ഉണ്ട്. ഞങ്ങളുടെ എല്ലാ സെൻറ്ററിലും എൻ്റെ 5 ഫിംഗർ അപ്രോച്ച് ഉണ്ട്. ഏറ്റവും പ്രധാനം ഡിസിപ്ലിനാണ്. ഈ തള്ളവരിലില്ലെങ്കിൽ ഈ കൈയെ കൊണ്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനം ഡിസിപ്ലിനാണ്. TV ഓഫ് ചെയ്തിട്ടൊന്ന് ഇവിടുന്ന് പഠിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പഠിപ്പിക്കാനായിട്ടുള്ള ആംബിയർ നമുക്ക് പേരൻറ്റിങ് കൊണ്ടുണ്ടാവണം. 2 ലാംഗ്വേജാണ്. അറിയാവുന്ന കാര്യങ്ങൾ വ്യക്തതയോടെ ഏറ്റവും മിനിമം നമ്പർ ഓഫ് വാക്കുകൾ ഉപയോഗിച്ച് മാക്സിമം എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ പുറത്തേക്ക് അവതരിപ്പിക്കണം. അവരുടെ ട്രെയിനിങ് ഉണ്ട്. മൂന്നാമത്തെ അവരുടെ ബിഹേവിയർ സ്ട്രാറ്റജീസാണ്. എങ്ങനെ പഠിക്കണം, എത്ര പഠിക്കണം, എപ്പോൾ പഠിക്കണം, ഇതിനുള്ള മറ്റുള്ളവരുടെ പെരുമാറ്റം എങ്ങനെ വേണം, എവിടെ എങ്ങനെ വേണം, ആരോട് എങ്ങനെ വേണം, ഇങ്ങനെയുള്ള പെരുമാറ്റ രീതികളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസം. അതുണ്ടാവണം. നാലാമത്തെ റീഡിങ്, റൈറ്റിംഗ്, അരിത്മെറ്റിക്. ഇന്ന് അതിന് വലിയൊരു ഗാംഭീര്യമുള്ള ഒരു സംഗതി അല്ല ഇത്. ഇന്നതിനെല്ലാം ടെക്നോളജി ഉണ്ട്. പഠിക്കാൻ ഇതിനെല്ലാം അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ടെക്നോളജി ഇന്ന് അവൈലബിളാണ്. എന്നാൽ തന്നെ റീഡിങ്, റൈറ്റിംഗ്, അരിത്മെറ്റിക്, എഴുത്ത്, വായന, കണക്ക്, ഇതിന് നമ്മൾ അസിസ്റ്റൻസ് കൊടുക്കണം. പിന്നെ എൻ്റെ 5ാമത്തെ ഫിംഗറാണ് മെഡിക്കേഷൻസ്, മരുന്നുകളുണ്ട്. അത് ഞാൻ മുമ്പേ പറഞ്ഞാൽ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കാനായിട്ട് അതിന് എക്സ്പീരിയൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് സിറ്റുവേഷനിൽ നന്നായിട്ട് സൂക്ഷിച്ച് വെച്ചാൽ വളരെയധികം മാറ്റം ഈ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ വളരെ വിശദമായിട്ട് ഡോക്ടർ ഫിലിപ്പ് ജോൺ, അദ്ദേഹം ഈ കുട്ടികളുടെ പഠന വൈകല്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, ആദ്യം തുടങ്ങുന്ന എത്ര 20 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന രീതിയിലേ അല്ല ഇന്ന് അദ്ദേഹം ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം ആദ്യമേ പറഞ്ഞു. ഏതായാലും ഈ വിഷയത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണെന്ന് നമ്മളോട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തത്. ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctorstock@kairalitv.in ആണ് ഇമെയിൽ ID. പ്രോഗ്രാമിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടെ എഴുതി അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണാൻ പറ്റും.